ഇപ്പൊ ഇങ്ങനെ ഒരു സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, സ്പോർട്സ് എന്ന് പറയുന്നത് ആസ് യു സെഡ്, the word was right, it has become an industry, it has become an earning industry. അപ്പൊ ഇത്രത്തോളം ഈ കമോഷൻസും ഇത്രത്തോളം ഒരു ഏർണിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോക്കസ് ഉള്ള ആൾക്കാർ ഇതിന്റെ അകത്ത് എൻ്റർ ചെയ്യുമ്പോൾ സാറന്മാരെ ഉള്ള സാർ ഈ സത്യസന്ധതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ ക്രേസോട് കൂടിയിട്ട് എങ്ങനെ ക്രിക്കറ്റ് കാണുന്നു, തീർച്ചയായിട്ടും അവരുടെ they will lose their hope. Will it happen in the future like the same? Never. ഇന്ന് സത്യത്തിൽ ഇപ്പൊ ഈ പറഞ്ഞു മുഴുവൻ ഞാൻ വൺ ബൈ വൺ ഐ കം ടു ഇറ്റ്. ഏറ്റവും അവസാനം പറഞ്ഞതിലേക്ക് ആദ്യം വരാം. ഈ ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന അതിനുവേണ്ടി എന്തും ചെയ്യുന്ന കുറച്ച് ആൾക്കാരില്ലെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല. ബേസിക്കലി സി 1800 കോടിയോളം രൂപ മുടക്കിയിട്ട് ഒരു ടീം വാങ്ങുമ്പോൾ IPL എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോർ ദ ഫസ്റ്റ് 10 years. ഓക്കെ, ഈ 10 yearsൽ 4ാമത്തെ IPL നടക്കുന്നത് അല്ലേ, 4ാമത്തെ. ഓക്കെ, അപ്പൊ ഈ 6 yearsലാണ് ഈ 1800 കോടി രൂപ ഇവർ തിരിച്ചുണ്ടാകേണ്ടത് അല്ലെ. അപ്പൊ ഇറ്റ്സ് എ ബിസിനസ്. 1800 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഓക്കെ, അപ്പൊ ആ പൈസ ഉണ്ടാക്കേണ്ടത് അവരുടെ പ്രശ്നമാണ്. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ നോക്കൂ, ഒരു IPL ടീം എന്ന് പറഞ്ഞാൽ IPL ടീമിന് ഒരുപാട് നിഷ്കർഷങ്ങൾ BCA വെക്കുന്നുണ്ട്. ഒന്ന്, IPL ഒരു ടീം വേണം, അതിന് രണ്ടാമതൊരു ബാക്കപ്പ് ടീം വേണം, അതുകൂടാണ്ട് ഒരു അക്കാഡമി വേണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആക്ച്വലി എന്താ ഡെവലപ്പ് ആവുന്നത്? ക്രിക്കറ്റാണ് ഡെവലപ്പ് ആവുന്നത്. പിന്നെ അതുപോലെ ഓരോ റീജിയനിൽ നിന്ന് ഇത്ര പ്ലേയേഴ്സ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ റൈഫി വിൻസെന്റ് ഗോമസ്, റൈഫിക്ക് 30 ലക്ഷം രൂപയ്ക്കല്ലേ അവർ കോൺട്രാക്ട് ചെയ്ത്. P പ്രശാന്ത് 30 ലക്ഷം രൂപയ്ക്കല്ലേ ഒരു കൊല്ലം കോൺട്രാക്ട് ചെയ്ത്. ബിക്കോസ് അങ്ങനത്തെ ഓരോ 1-2 പ്ലേയേഴ്സ് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു പ്ലേയേഴ്സിന്റെ മോട്ടീവ് അവരൊരു ഭയങ്കരമായിട്ട് കൂടുകയല്ലേ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കും നാളെ ഇതാവാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ബിസിനസ്സാണ് തീർച്ചയായിട്ടും, അല്ലെന്ന് നമ്മുടെ എവിടെയും പറയുന്നില്ല. പക്ഷെ എന്ത് സാധനവും ബിസിനസ് ആവുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വളർച്ച ഉണ്ടാവും. നോക്കൂ, യൂറോപ്യൻ ലീഗ് ഫുട്ബോൾ ബിസിനസ് അല്ലേ. പക്ഷെ ഇന്ന് യൂറോപ്യൻ ലീഗിൽ ആളൊഴിഞ്ഞൊരു സ്റ്റേഡിയം നിങ്ങൾ കാണുന്നുണ്ടോ? യു ക്യാൻ ഓൺലി സീ ഫുൾ സ്റ്റേഡിയം അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ക്രിക്കറ്റിലും. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ലവ് ചെയ്യുന്ന ആൾക്കാർ ഇത് കൊണ്ടു നടക്കും, അത് ബിസിനസ് കാണുന്ന ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത്രേ ഇതിൻ്റെ അകത്തുള്ളൂ. അതായത് പിന്നെ അഴിമതി ആരോപണങ്ങളും അതുപോലുള്ള ആരോപണങ്ങളും എല്ലായിടത്തും എപ്പോഴും ഉണ്ട്. ഏറ്റവും നല്ല ആളെ ഗാന്ധിജിക്കെതിരെ വേണമെങ്കിൽ പോലും നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, അതുപോലെയുള്ള ഇതിൻ്റെ അകത്ത്. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു മോശമായ വശങ്ങളെ കാണുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ കേരള ക്രിക്കറ്റിനെ ഇതെങ്ങനെ സഹായിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അവരുടെ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഇപ്പൊ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ന് ഈ സാർ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത് അവരുടെ ഡെവലപ്മെന്റ്, ബിസിനസ് ആസ്പെക്ടിൽ ശ്രദ്ധിക്കുന്നവർ അവരുടെ ഡെവലപ്മെന്റ് ഇൻ ടു ദ ബിസിനസ്. സോ ബോത്ത് ടുഗദർ മെർജ്ഡ് ആണ്. ഇപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ തീർച്ചയായിട്ടും നല്ല നല്ല സ്റ്റേഡിയം വേണം. നമുക്ക് അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ the infrastructure should be really very good, only then we can invite games into that, sports into that. So ipo endana Kerala Cricket Association endake steps ആണ് എടുത്തിരിക്കുന്നത്? ഇപ്പൊ ഓൾറെഡി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മുടെ എന്താ പറയുക എടക്കൊച്ചിയിൽ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇറ്റ് കംസ് അറൌണ്ട് 24 acres. അതിന് ഒരു സ്റ്റേഡിയത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. അതിപ്പോൾ ഓൾറെഡി അതിന് ഡിസൈനിങ്ങും എല്ലാം തന്നെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഏജൻസീസ് ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ടുള്ള അവർ ചെയ്തു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുന്നതും കുറെ രാഷ്ട്രീയവും അല്ലെങ്കിൽ നോൺ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയ, അതായത് ക്രിക്കറ്റിൽ കുറെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ഇതിന്റെ പുറകിൽ നിന്ന് ഇതിനെതിരെ ഇപ്പൊ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുന്നുണ്ട്. ആ സ്ഥിതിയാണ് ഇന്ന് ഈ സ്റ്റേഡിയം പ്രൊജക്ടിന് സംഭവിച്ചിട്ടില്ല. എന്തായാലും അടുത്ത ഗവൺമെന്റ് വരികയും അത് മുൻകൈ എടുക്കുകയും കേരളത്തിൽ കൊച്ചിയിൽ തന്നെ ഇടക്കൊച്ചിയിൽ ഈ സ്റ്റേഡിയം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. കാരണം ഈ ഒരു സ്റ്റേഡിയം എന്താണ് കണ്ടൽക്കാടിന്റെ ഇഷ്യൂലൊക്കെയാണ് പറയുന്നത്. ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഏതാണ്ട് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥലം ഏതാണ്ട് 15 ഏക്കറോളം നികത്തി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടൽക്കാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കണ്ടൽക്കാട് കാണണം. എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഞാൻ ഫില്ല് ചെയ്യണതിലൊന്നും കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ ആരും എതിർത്ത് കാണില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർ മൊത്തം ഈ ഒരു പ്രൊജക്ടിന് അനുകൂലമായിട്ട് അവിടെ ഒരു വലിയൊരു ഡെവലപ്മെന്റ് സംഭവിക്കാൻ പോകുന്ന സാഹചര്യത്തില് ഇതിനെതിരെ വളരെ ബാലിശമായി പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഗവൺമെന്റ് പോലും ഇതിനെതിരെ നിൽക്കുന്നത് വളരെ മോശമായ
ഒരു ഇതാന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എല്ലാ മലയാളികളുടെയും ചിന്ത. ബിക്കോസ് ഇന്ന് സാർ കേരളത്തിന്റെ അകത്ത് നിന്ന് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, കേരളത്തിൽ നിന്ന് പുറത്ത് നിന്ന് ഒത്തിരി മലയാളികൾ ഇത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ അകത്ത് നിന്ന് യു ആർ ഓൾ സ്ട്രഗ്ലിംഗ് ടു മേക്ക് ദാറ്റ് ഹാപ്പൻ. അപ്പൊ ആ സ്ട്രഗിൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും. ബിക്കോസ് ദ ഹാർട്ട്, ദ ഡിസയർ ടു വിൻ ദാറ്റ്, അത് ആ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത്. ബിക്കോസ് നമ്മൾ ഒത്തിരി മലയാളികൾ, മറുനാടൻ അല്ലെങ്കിൽ പ്രവാസി മലയാളികൾ, മരുഭൂമിയിലുള്ള മലയാളികൾ, അവര് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കേരളം ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഇവിടെ ഈ പറയുന്ന ചെറിയ ചെറിയ പ്രോബ്ലം അല്ലെങ്കിൽ സാർ പറയുന്ന ഈ നോൺ സപ്പോർട്ടീവ് പീപ്പിൾ, അവരെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ വേയില് നമ്മൾ എന്താ പറയാ ധൈര്യത്തോടു കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോജക്ട് ഇസ് ഓൾ സക്സസ്. എന്തായിരുന്നാലും നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് യു ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ് ആൻഡ് ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. ബിക്കോസ് കേരളം ഡെവലപ്പ് ആവണം എന്ന് പറയുന്ന എല്ലാ നല്ല മലയാളികളുടെയും ഒരു ആഗ്രഹമാണ്, അത് സാധിച്ചു തരട്ടെ. പിന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് സാറിന്റെ അഡ്വൈസ് എന്തായിരിക്കും? ഫോർ മീ ഒറ്റ അഡ്വൈസേ ഉള്ളൂ, നമ്മുടെ ഹാർഡ് വർക്കിനെ എന്താ പറയാ മാറ്റി വെച്ചുകൊണ്ട് ഒന്നുമില്ല. ഇഫ് യു വാണ്ട് ടു ബിക്കം സക്സസ് യു ഹാവ് ടു ബി എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അത് അതിനൊരു ആൾട്ടർനേറ്റീവ് ഇല്ല. അത് ഇന്നല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 10 വർഷം മുന്നേ നന്നായി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം നന്നായി ചെയ്യണം, എങ്കിലേ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു റിസൾട്ടിൽ നമ്മൾ എത്തുള്ളൂ. ഒന്നും ഇന്നത്തെ കാലത്ത് ഗ്രാൻഡഡ് അല്ല. നത്തിങ് ഇസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. യു ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. ഈവൻ ഫോർ എ മീൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. അപ്പോൾ യു ഡു യുവർ പാർട്ട്, everything will come its own course. അതാണ് എൻ്റെ ഫാന്റാസ്റ്റിക് തിങ്. ബിക്കോസ് ഇന്നിപ്പോ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിക്കുന്നവർ കുറച്ച് കുറവായിട്ടുള്ളതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ. അപ്പൊ ആ റിലേറ്റഡ് ആയിട്ട് സാർ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ബിക്കോസ് ഹാർഡ് വർക്ക്, ഞാൻ എപ്പോഴും ഈ എപ്പിസോഡിലും ഈ പ്രോഗ്രാംസിലൊക്കെ പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. എല്ലാ ബിസിനസ്മാനും അല്ലെങ്കിൽ എല്ലാ പ്രൊഫഷണൽസും ഫീൽ ചെയ്യുന്ന ഹാർഡ് വർക്ക്. പിന്നെ അപ്കമിങ് ബർത്ത്ഡേന് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വിഷ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് കുറച്ച് സമയമാണെങ്കിൽ ഇറ്റ് വാസ് റിയലി വെരി എനർജറ്റിക് ആൻഡ് വെരി വൈബ്രന്റ് ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് അവർ വ്യൂവേഴ്സ്. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. സോ ഇന്നത്തെ ഈ എപ്പിസോഡിലും നമ്മൾ പഠിച്ചത് ആ ഒരു ജാർഗൻ തന്നെയാണ്, ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഇല്ലാതെ ജീവിതത്തിൽ ഏതൊരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഷോർട്ട് കട്ടിൽ നമ്മൾ നേടിയെടുക്കുന്ന സാധനങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവില്ല. നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയുടെ വില തീർച്ചയായിട്ടും ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ആൻഡ് യു ഹാവ് ടു ടേസ്റ്റ് ദ റിയൽ ഹാപ്പിനെസ് ഓൺലി വെൻ യു ഡു ഹാർഡ് വർക്ക്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന ജീവിതമാണ് നല്ലൊരു ജീവിതം. പിന്നെ അദ്ദേഹം പറഞ്ഞു, അജിത് കുമാർ പട്ടത് സാർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാതെ ഏതൊരു കാര്യത്തിലും നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു മീൽ, ഒരു നേരത്തെ നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ തന്നെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. സോ കീപ് ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ മൈൻഡ്. ഈ കേരളത്തിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ പൊന്നായ അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ കേരള സ്റ്റേറ്റിനെ നല്ലൊരു രീതിയിൽ, നല്ല ഫാസ്റ്റ് രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. തീർച്ചയായിട്ടും വി ക്യാൻ നെവർ compare Kerala state with any other state in the world, I can say, because അത്രയും പൊട്ടൻഷ്യൽ, അത്രയും റിസോഴ്സസ് നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനത്തെ പരിപാടി കാണുമ്പോൾ, ഇങ്ങനത്തെ പീപ്പിൾ, വലിയ വലിയ ആൾക്കാർ പറയുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതിന് നല്ല വശം എടുത്ത് നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേസ്, ഇങ്ങനെ നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാണ്. Until then, it's me, Smitha, signing off. Take care. സോ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏതാണ്? ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏതാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.